നാരായണ. നാരായണ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതാ സ്വാധ്യായ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. മൂന്നാം അധ്യായത്തിലെ
16 വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞു. 17ാമത്തെ ശ്ലോകം നല്ല വെറുതെ വായിച്ചു വെച്ചു. അപ്പോൾ നമുക്ക് 8 മുതൽക്കുള്ള ശ്ലോകങ്ങൾ, 8 മുതൽ 17 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീതായാം തൃതീയോധ്യായഃ കർമ്മയോഗഃ. ശ്രീഭഗവാനുവാച നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാഭിചത്തെ ന പ്രസിദ്ധ്യേത കർമ്മണഃ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര. സഹ യജ്ഞാഃ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമദുഃഖ ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഃ ദാസ്യന്തെ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രദായൈഭ്യഃ യോ ഭുങ്ക്തേസ്തേന ഏവ സഃ യജ്ഞശിഷ്ടാശിനഃ സന്തഃ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഘം പാപാഃ യേ പചന്ത്യാത്മകാരണാത് അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവഃ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹ യഃ അഘായുരിന്ദ്രിയാ രാമഃ മോഘം പാർത്ഥ സ ജീവതി യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. അറിയോ, 16 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ കണ്ടത്. 17ാമത്തെ ശ്ലോകം വെറുതെ വായിച്ചു എന്നേ ഉള്ളൂ. അതിന് ആമുഖമായിട്ട് ആചാര്യ ഭഗവത്പാദരുടെ ഒരു വലിയൊരു പാരഗ്രാഫ് ഭാഷ്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തില്ല, കാരണം നല്ല സമയം വൈകിപ്പോയി. അപ്പോൾ ആ ഭാഗം, ആ ഭാഷ്യം കണ്ടിട്ട് വേണം 17ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ ആ ഭാഷ്യത്തിൽ അതുവരെ പറഞ്ഞ 16 വരെയുള്ള ശ്ലോകങ്ങളുടെ ഒരു സമ്മറി ഉണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ ആ സമ്മറി ഒരുവിധം സൂചിപ്പിച്ചതാണ്. ഈ ഭാഷ്യത്തെ കോട്ട് ചെയ്യാതെ, ഭാഷ്യത്തെ പറയാതെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു സമ്മറി പറഞ്ഞിരുന്നു. അതിനെ ഒന്നുകൂടെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഭാഷ്യമാണ് ഈ ആമുഖമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതുവരെ എന്താണ് പറഞ്ഞത്, ഇനി എന്തിലേക്കാണ് പോകുന്നത് എന്നുള്ള പ്രകരണം മാറുകയാണ്. എവിടെയൊക്കെയാണ് ജംഗ്ഷനുകൾ, എവിടെയൊക്കെയാണ് ടേണിംഗ് പോയിന്റ്സ്, അതൊക്കെ അറിഞ്ഞാലേ നമുക്ക് ഭഗവത്ഗീതയെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പരസ്പരം ബന്ധമില്ലാത്ത കുറച്ച് എന്തൊക്കെയോ ആശയങ്ങൾ കൂട്ടിക്കെട്ടിയതുപോലെ തോന്നും. പരസ്പര ബന്ധമില്ലാത്തതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. ആശയങ്ങളെല്ലാം തമ്മിൽ പരസ്പരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ബന്ധം ഉണ്ട്. അത് നല്ലതുപോലെ വിളക്കി ചേർത്തിട്ടുണ്ട്. പക്ഷേ അത് ആ ഒരു
സംസ്കാരമുള്ളവർക്ക് മാത്രമേ അത് കൃത്യമായിട്ട് എങ്ങനെയാണ്, എവിടുന്ന് തിരിഞ്ഞിരിക്കണു, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് ആചാര്യ ഭഗവത്പാദർ നമുക്ക് വഴി കാണിച്ചു തരുന്നത്. ഇപ്പം നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ സ്വന്തമായിട്ടുള്ള വാഹനത്തിലാണ് പോകുന്നത് വെച്ചാൽ വഴിയിൽ പലയിടത്തും 4 കൂടിയ ജംഗ്ഷൻ ഉണ്ടാവും. അവിടെ ബോർഡുകളൊന്നും കാണില്ലെങ്കിൽ, ഒരു ഗൈഡൻസും ഇല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് അവർ നയിക്കുന്ന വഴിയിലേക്ക് തിരിഞ്ഞു പോകണം. ഇവിടെ ആചാര്യ ഭഗവത്പാദർ ഗൈഡായിട്ട് നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഗീതയുടെ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു പ്രോപ്പർ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് എവിടെയൊക്കെ ടേൺ ചെയ്യണം, ഏതൊക്കെയാണ് ജംഗ്ഷനുകൾ, എവിടെ നിന്നാണ് ആശയത്തിന് മാറ്റം വരുന്നത്, എന്തുകൊണ്ട് അവിടെ ആ ആശയം അവതരിപ്പിച്ചു, ഇതൊക്കെ നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മളെ കൃത്യമായിട്ടൊരു ഗൈഡൻസ് തന്നുകൊണ്ട് കൈപ്പിടിച്ച് കൂട്ടിയിട്ട് പോകുന്ന ഒരു ഗൈഡാണ് ആചാര്യ ഭഗവത്പാദർ. അതുപോലൊരു ഗൈഡിനെ നമുക്ക് കിട്ടിയതുകൊണ്ട് ഭഗവത്ഗീത നമുക്ക് ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ സാധിക്കുന്നു. അതല്ലെങ്കിൽ ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ ഇതിനെ വ്യാഖ്യാനിക്കും. അപ്പോൾ ഇവിടെ ഒരു സന്ധിയാണ്. 16-ാം ശ്ലോകം കഴിഞ്ഞ് 17-ലേക്ക് പോകുമ്പോൾ ഒരു പ്രകരണ മാറ്റം ഉണ്ട്, ആശയമാറ്റം ഉണ്ട്. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം അതിനെ എങ്ങനെ കണക്ട് ചെയ്യണം, അതാണ് ആചാര്യ ഭഗവത്പാദർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഭാഷ്യം വായിക്കാം. ഇന്നലെ വെറുതെ വായിച്ചേ ഉള്ളൂ, സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല. ഇന്നിപ്പോൾ നോക്കാം. പ്രാഗ് ആത്മജ്ഞാനനിഷ്ഠാ യോഗ്യതാ പ്രാപ്തേഃ താദർത്ഥ്യേന കർമ്മയോഗാനുഷ്ഠാനം അധികൃതേന അനാത്മജ്ഞേന കർത്തവ്യം ഏവ ഇതി ഏതത് ന കർമ്മണാം അനാരംഭാത് ഇത്യത ആരഭ്യ ശരീരയാത്രാഭിചത്തെ ന പ്രസിദ്ധ്യേത് അകർമ്മണഃ ഇത്യേവം അന്തേന പ്രതിപാദ്യ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ഇത്യാദിന മോഘം പാർത്ഥ സജീവതി ഇത്യേവം അന്തേന അപി ഗ്രന്ഥേന പ്രാസംഗികം അധികൃതസ്യ അനാത്മവിദഃ കർമാനുഷ്ഠാനേ ബഹുകാരണം ഉക്തം തദകരണേ ച ദോഷസങ്കീർത്തനം കൃതം. ഏവം സ്ഥിതേ കിം ഏവം പ്രവർത്തിതം ചക്രം സർവേണ അനുവർത്തനീയം ആഹോസ്വിത പൂർവോക്ത കർമ്മയോഗ അനുഷ്ഠാന ഉപായ പ്രാപ്യാം അനാത്മവിദാ ജ്ഞാനയോഗേന ഏവ നിഷ്ഠാം ആത്മവിദ്ഭിഃ സാഖ്യൈഃ അനുഷ്ഠേയാം അപ്രാപ്തേന ഏവ ഇത്യേവമർത്ഥം അർജുനസ്യ പ്രശ്നം ആശങ്ക്യ സ്വയമേവ ശാസ്ത്രാർത്ഥസ്യ വിവേകപ്രതിപത്യർത്ഥം ഏതം വൈ തം ആത്മാനം വിദിത്വാ നിവൃത്തമിഥ്യാജ്ഞാനാഃ സന്തഃ ബ്രാഹ്മണാഃ മിഥ്യാജ്ഞാനവദ്ഭിഃ അവശ്യം കർത്തവ്യേഭ്യഃ പുത്രൈഷണാദിഭ്യോ വ്യുത്ഥായ അത ഭിക്ഷാചര്യാം ശരീരസ്ഥിതിമാത്ര പ്രയുക്തം ചരന്തി ന തേഷാം ആത്മജ്ഞാനനിഷ്ഠാ വ്യതിരേകേണ അന്യത് കാര്യമസ്തി ഇത്യേവം ശ്രുത്യർത്ഥം ഇഹ ഗീതാശാസ്ത്രേ പ്രതിപാദയിഷിതം ആവിഷ്കുർവൻ ആഹ ഭഗവാൻ. അപ്പോൾ പ്രാഗ് ആത്മജ്ഞാനനിഷ്ഠാ യോഗ്യത പ്രാപ്തേഃ എന്ന് പറഞ്ഞാൽ തിരിച്ചിടണം. അപ്പോഴാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം അറിയാം. ആത്മജ്ഞാനനിഷ്ഠാ യോഗ്യത പ്രാപ്തേഃ പ്രാഗ്. പ്രാഗ് എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നാണ് അർത്ഥം. പൂർവം, ബിഫോർ എന്നർത്ഥത്തിലാണ്. അപ്പോൾ ബിഫോർ, എന്തിൻ്റെ ബിഫോർ? ആത്മജ്ഞാനനിഷ്ഠാ യോഗ്യതാ പ്രാപ്തേഃ. ആത്മജ്ഞാനനിഷ്ഠയുടെ അതിനുള്ള യോഗ്യത പ്രാപിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ആത്മജ്ഞാനനിഷ്ഠ യോഗ്യത എന്ന് പറഞ്ഞാൽ ആ ഒരു സന്യാസനിഷ്ഠ തന്നെയാണ്. ജ്ഞാനനിഷ്ഠ, സ്ഥിതപ്രജ്ഞത്വം എന്നൊക്കെ പറയുന്ന ആ അവസ്ഥ. ആ ജ്ഞാനനിഷ്ഠ അതിനുള്ള യോഗ്യത പ്രാപിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? താദർത്ഥ്യേന എന്ന് പറഞ്ഞാൽ തദർത്ഥമായിട്ട്, അതിനായിക്കൊണ്ട്,
കർമ്മയോഗ അനുഷ്ഠാനം അധികൃതേന അനാത്മജ്ഞേന കർത്തവ്യം ഏവ. എന്ത് ചെയ്യണം? അതിനായിക്കൊണ്ട് കർമ്മയോഗാനുഷ്ഠാനം. അപ്പം ആത്മജ്ഞാന നിഷ്ഠയ്ക്ക് അധികാരിയാവുന്നതിന് മുമ്പായിട്ട് അത് സാധിക്കണമെങ്കിൽ അന്ധക്കരണ ശുദ്ധി വേണം. പാത്രം കഴുകിയാലേ ആ പാത്രത്തിൽ ഏതെങ്കിലും നല്ല ദ്രവ്യങ്ങൾ നമുക്ക് ശേഖരിക്കാനാവുള്ളൂ. അപ്പോൾ ഇവിടെ അന്ധക്കരണമാണ് പാത്രം. ആ അന്ധക്കരണം, ചിത്തം പ്രധാനമായിട്ട്, ആ ചിത്തത്തിൻ്റെ ശുദ്ധിയാണ് പ്രധാനം. അപ്പോൾ അതിനുള്ള മാർഗമാണ് കർമ്മയോഗ അനുഷ്ഠാനം. ആ കർമ്മയോഗാനുഷ്ഠാനം അധികൃതേന, അധികാരിയായിട്ടുള്ള ഒരാളാൽ, അനാത്മജ്ഞേന. ആരാണ് അധികാരി? ആത്മജ്ഞാനമില്ലാത്തവൻ, അനാത്മജ്ഞൻ. അപ്പോൾ അനാത്മജ്ഞേന കർത്തവ്യം ഏവ, ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പം ജ്ഞാനനിഷ്ഠയ്ക്ക് മുമ്പായിട്ട് കർമ്മയോഗം അനുഷ്ഠിക്കണം. ആര്? ആത്മജ്ഞാനം ഇല്ലാത്ത ആള്. അയാൾ കർമ്മയോഗത്തിനാണ് അധികാരി. അപ്പോൾ അധികാരിയായ അനാത്മജ്ഞനാൽ കർമ്മയോഗാനുഷ്ഠാനം കർത്തവ്യം ഏവ. ഇതി ഏതത്, ഈ ഒരു വിഷയത്തെ ന കർമ്മണാം അനാരംഭാത് ഇത്യത ആരഭ്യ ശരീരയാത്രാഭിചത്തെ ന പ്രസിദ്ധ്യേത് അകർമ്മണഃ ഇത്യവ മന്ദേന പ്രതിപാദ്യ. എന്ത് ചെയ്തു ഭഗവാൻ? എന്ത് ചെയ്തു? ന കർമ്മണാം അനാരംഭാത്, 4-ാമത്തെ ശ്ലോകം. അപ്പൊ 4-ാമത്തെ ശ്ലോകം മുതൽക്ക് ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ നച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. അങ്ങനെ തുടങ്ങിയിട്ട് ഏതുവരെ? ശരീരയാത്രാഭിചത്തെ ന പ്രസിദ്ധ്യേത് അകർമ്മണഃ ഇത്യവ മന്ദേന പ്രതിപാദ്യ. അപ്പം അത് എത്രാമത്തെ ശ്ലോകം? 8-ാമത്തെ ശ്ലോകം. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹി അകർമ്മണഃ ശരീരയാത്രാഭിചത്തെ ന പ്രസിദ്ധ്യേത് അകർമ്മണഃ. ആ 8-ാം ശ്ലോകം വരെ. അപ്പോൾ 4, 5, 6, 7, 8 5 ശ്ലോകങ്ങളെ കൊണ്ട് കർമ്മയോഗം കർത്തവ്യം. ആര്? അധികാരിയായിട്ടുള്ള ആള്. ഏതിന്? അതിനധികാരിയായിട്ടുള്ള ആള്. കർമ്മയോഗം ചെയ്യേണ്ട ആള് കർമ്മയോഗം ചെയ്യണം. കാരണം അയാൾക്ക് ആത്മജ്ഞാന നിഷ്ഠയ്ക്കുള്ള യോഗ്യത പ്രാപിച്ചിട്ടില്ല. ഹി ഈസ് നോട്ട് ക്വാളിഫൈഡ് ഇനഫ് ഫോർ ദിസ്, ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ നോളജ്. അതിന് ഉറച്ചിരിക്കാനുള്ള പാകത ആയിട്ടില്ല. അതുകൊണ്ട് അയാൾ കർമ്മയോഗം ചെയ്യേണ്ടതാണെന്നുള്ള കാര്യത്തെ ഈ 5 ശ്ലോകങ്ങളെ കൊണ്ട്, 4 മുതൽ 8 വരെയുള്ള 5 ശ്ലോകങ്ങളെ കൊണ്ട് പ്രതിപാദിച്ചിട്ട് യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ഇത്യാദിന മോഘം പാർത്ഥ സജീവതി ഇത്യവ മന്ദേന അപി ഗ്രന്ഥേന പ്രാസംഗികം അധികൃതസ്യ അനാത്മവിതഃ കർമാനുഷ്ഠാനേ ബഹുകാരണം ഉക്തം തദകരണേ ച ദോഷസങ്കീർത്തനം കൃതം. അപ്പോൾ പിന്നെ 9-ാം ശ്ലോകം ആരംഭിച്ചത് യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര എന്ന് തുടങ്ങിയിട്ട് ഇത്യാദിന മോഘം പാർത്ഥസ ജീവതി. അത് ഈ 16-ാമത്തെ ശ്ലോകം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹ യഃ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥസ ജീവതി. 16-ാമത്തെ ശ്ലോകം വരെ അതാണ് മോഘം പാർത്ഥസ ജീവതി ഇത്യവം അന്തേന അഭിഗ്രന്ഥേന. ഈ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ശ്ലോകം എന്നാണ് അർത്ഥം. അപ്പൊ ഗ്രന്ഥേന ശ്ലോകേന പ്രാസംഗികം അധികൃതസ്യ അനാത്മവിതഃ. പ്രാസംഗികം എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വിഷയത്തെ തന്നെ, മുമ്പേ പറഞ്ഞ കർമ്മയോഗം എന്നതായിട്ടുള്ള അതേ വിഷയത്തെ തന്നെ അധികൃതസ്യ അനാത്മവിതഃ, ആത്മവിത്തല്ലാത്ത, ആത്മജ്ഞാനിയല്ലാത്ത കർമ്മയോഗത്തിന് അധികാരിയായിട്ടുള്ള ഒരാൾക്ക് കർമാനുഷ്ഠാനേ, അവൻ കർമാനുഷ്ഠാനം തന്നെ ചെയ്യേണ്ടത് എന്നുള്ളതിന് ബഹുകാരണം ഉക്തം, പല കാരണങ്ങളെയും പറയുകയും ചെയ്തു. അപ്പോൾ അയാൾ കർമ്മമാണ് ചെയ്യേണ്ടത്. ജ്ഞാനനിഷ്ഠയ്ക്ക് അനധികാരിയായിരിക്കുന്ന, കർമ്മയോഗം ചെയ്യാൻ അധികാരിയായിരിക്കുന്ന ഒരാൾ കർമ്മയോഗമാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള റീസണിംഗ് ആണ് ഈ 9-ാം ശ്ലോകം മുതൽ 16-ാം ശ്ലോകം വരെ പറഞ്ഞത്. അതാണ്
പ്രാസംഗികം അധികൃതസ്യ അനാത്മവിദഃ കർമാനുഷ്ഠാനേ ബഹുകാരണം ഉക്തം തദകരണേ ച ദോഷസങ്കീർത്തനം കൃതം. അത് ചെയ്യാതിരുന്നാലോ ഉണ്ടാകുന്ന ദോഷത്തെ സങ്കീർത്തനം കൃതം, നന്നായി വ്യക്തമാക്കുകയും ചെയ്തു. അതാണ് മോഹം പാർത്ഥ സജീവതി അഗായുരിന്ദ്രിയാരാമഃ എന്നൊക്കെ അവനെക്കുറിച്ച് പറഞ്ഞുവല്ലോ. ഇങ്ങനെ ചെയ്യാത്തവൻ അവൻ മഹാപാപിയാണ്, അവൻ വ്യർത്ഥമാണ് ജീവിക്കുന്നത്, ഈ ഒരു വ്യവസ്ഥയെ പാലിക്കാതിരിക്കുന്നവൻ്റെ ജീവിതം പാഴാണ് എന്നിങ്ങനെ. അത് ചെയ്യാതിരുന്നാൽ തത് അകരണേച്ച ദോഷസങ്കീർത്തനം കൃതം. അപ്പോൾ ഈ കർമ്മയോഗത്തിൻ്റെ ലോജിക്കാണ് ഇതുവരെയ്ക്ക് പറഞ്ഞത്. ഏവം സ്ഥിതേ, കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ, കിം ഏവം പ്രവർത്തിതം ചക്രം സർവേണ അനുവർത്തനീയം ആഹോസ്വിത് പൂർവോക്ത കർമ്മയോഗ അനുഷ്ഠാന ഉപായ പ്രാപ്യാം അനാത്മവിദ ജ്ഞാനയോഗേന ഏവ നിഷ്ഠാം ആത്മവിദ്ഭിഃ സാഖ്യൈഃ അനുഷ്ഠേയം അപ്രാപ്തേന ഏവ ഇത്യേവമർത്ഥം അർജുനസ്യ പ്രശ്നം ആശങ്ക്യ. സ്വയമേവ ശാസ്ത്രാർത്ഥസ്യ വിവേകപ്രതിപത്യർത്ഥം ഏതം വൈ തമാത്മാനം വിദിത്വാ നിവൃത്തമിത്യാജ്ഞാനാഃ സന്തഃ ബ്രാഹ്മണാഃ മിഥ്യാജ്ഞാനവദ്ഭിഃ അവശ്യം കർത്തവ്യേഭ്യഃ പുത്രൈഷണാദിഭ്യോ വ്യുത്ഥായ അത ഭിക്ഷാചര്യം ശരീരസ്ഥിതിമാത്ര പ്രയുക്തം ചരന്തി ന തേഷാം ആത്മജ്ഞാനനിഷ്ഠാ വ്യതിരേകേണ അന്യത് കാര്യമസ്തി ഇത്യേവം ശ്രുത്യർത്ഥം ഇഹ ഗീതാശാസ്ത്രേ പ്രതിപിപാദയിഷിതം ആവിഷ്കുർവൻ ആഹ ഭഗവാൻ. മുഖം കാണുന്നുണ്ടല്ലോ അല്ലേ, മതി. നാരായണ. ഇതിവിടെ ഏവം സ്ഥിതേ, ഇങ്ങനെ ഇരിക്കെ എന്നാണ്. കിം ഏവം പ്രവർത്തിതം ചക്രം സർവേണ അനുവർത്തനീയം. ഇപ്പം മുമ്പ് പറഞ്ഞില്ലേ, 16ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയഃ എന്ന് പറഞ്ഞുവല്ലോ. ആരാണോ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ചക്രത്തെ അനുവർത്തിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാവർക്കും ശങ്കയുണ്ടാവാം. ഇവിടെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന അർജുനൻ്റെ ഉള്ളിൽ ശങ്കയുണ്ടാവാം. എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണോ ഈ ചക്രത്തിൻ്റെ വ്യവസ്ഥയെ? അതാണ് ഇവിടെ ഏവം സ്ഥിതേ കിം ഏവം പ്രവർത്തിതം ചക്രം സർവേണ അനുവർത്തനീയം, എല്ലാവരാലും അനുവർത്തിക്കപ്പെടേണ്ടതാണോ? ആഹോസ്വിത്, ഇവിടെ ആഹോസ്വിത് എന്ന് പറഞ്ഞാൽ ഒരു വികല്പമായിട്ട് അല്ല, പിന്നെ അല്ലെങ്കിൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഒരു ശങ്കയായിട്ട് ചോദിക്കുകയാണ്. ആഹോസ്വിത് അല്ലെങ്കിൽ പിന്നെ പൂർവോക്ത കർമ്മയോഗ അനുഷ്ഠാന ഉപായ പ്രാപ്യാം അനാത്മവിദ ജ്ഞാനയോഗേന ഏവ നിഷ്ഠാം ആത്മവിദ്ഭിഃ സാഖ്യൈഃ അനുഷ്ഠേയാം അപ്രാപ്തേന ഏവ ഇത്യേവമർത്ഥം അർജുനസ്യ പ്രശ്നം ആശങ്ക്യ. അർജുനൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ശങ്കയുണ്ടാവാം. അപ്പോൾ മുമ്പ് പറഞ്ഞതായിട്ടുള്ള പൂർവോക്തമായ കർമ്മയോഗ അനുഷ്ഠാന ഉപായപ്രാപ്യാം അനാത്മവിദ, അനാത്മവിത്തിനാൽ ഇങ്ങനെ കർമ്മയോഗം അനുഷ്ഠാനം ചെയ്ത് കർമ്മയോഗ അനുഷ്ഠാന അതിനെ ഉപായമായിട്ട് അതിലൂടെ പ്രാപിക്കേണ്ട ജ്ഞാനയോഗേന ഏവ നിഷ്ഠാം, ജ്ഞാനയോഗത്തിൽ നിഷ്ഠരായിരിക്കേണ്ട ജ്ഞാനയോഗത്തിൽ നിഷ്ഠരായിരിക്കേണ്ട ആത്മവിദ്ഭിഃ ആത്മവിത്തുക്കളാൽ ആത്മജ്ഞാനികളാൽ സാഖ്യൈഃ അനുഷ്ഠേയാം, സാഖ്യന്മാരാലും അനുഷ്ഠേയമാണോ? അപ്രാപ്തേന ഏവ ഇത്യേവമർത്ഥം അർജുനസ്യ പ്രശ്നം ആശങ്ക്യ. അപ്പോൾ സാഖ്യന്മാരാലും ഈ ചക്രത്തെ എന്താ പറയുക ഏവം പ്രവർത്തിതമായ ചക്രത്തെ അനുഷ്ഠേയമാണോ എന്നുള്ളതായിട്ടുള്ള ശങ്ക അർജുനന് ഉണ്ടാവും എന്ന് ഭഗവാൻ തന്നെ
മനസ്സിലാക്കിയിട്ട് ഏവം പ്രശ്നം അർജുനസ്യ പ്രശ്നം ആശങ്ക്യ എന്ന് വെച്ചാൽ ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹ യഹ എന്ന് പറഞ്ഞുവല്ലോ, അത് കർമ്മയോഗികൾ മാത്രമാണോ അതോ ജ്ഞാനയോഗികളും അനുഷ്ഠിക്കണോ, സ്ഥിതപ്രജ്ഞന്മാരായിട്ടുള്ള ആളുകളും അനുഷ്ഠിക്കേണ്ടതുണ്ടോ എന്നുള്ള ശങ്ക അർജുനനുണ്ടാവാം, ലോകത്തിൽ ആർക്കും ഉണ്ടാവാം. അർജുനനെ ഒരു എന്താ പറയുക, അർജുനാണ് ഇപ്പോൾ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്നത്. അർജുനൻ നിമിത്തീകൃത്യ ലോകത്തിന് മുഴുവനും ശങ്കയുണ്ടാവാം. ആ ശങ്കയെ തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ ശങ്കയെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, ഇത് ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഉപദേശം പറഞ്ഞത്? ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹ യഹ അഗായുരിന്ദ്രിയാരാമഃ മോഗം പാർത്ഥ സജീവതി. ഇത് സർവരെയും ഉദ്ദേശിച്ചിട്ടാണോ അതോ ജ്ഞാനികളെ ഇതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടോ? സാഖ്യന്മാരെന്ന് പറഞ്ഞാൽ സന്യാസികൾ, ജ്ഞാനികൾ, അവർക്ക് ഇതിൽ എക്സംഷൻ ഉണ്ടോ അതോ അവരും ഇൻക്ലൂഡഡ് ആണോ? ഈ വിധി അവർക്കും കൂടി ബാധകമാണോ? ഈ നിയമം അവർക്കും കൂടി ബാധകമാണോ? ജ്ഞാനികളും ഈ പറഞ്ഞ ചക്രത്തിൽ പെടുമോ? അവർ ഈ ചക്രത്തിൻ്റെ ഒപ്പം കറങ്ങേണ്ടവരാണോ? ഈ ശങ്ക അർജുനനുണ്ടാകാം, എല്ലാവർക്കും ഉണ്ടാകാം. അപ്പോൾ അത് ആശങ്കിച്ചിട്ട് സ്വയമേവ ഭഗവാൻ സ്വയമേവ, അർജുനന്റെ ചോദ്യം ഇല്ല അവിടെ, അർജുനൻ ചോദിച്ചില്ല, പക്ഷെ ഭഗവാൻ തന്നെ സ്വയമേവ ശാസ്ത്രാർത്ഥസ്യ വിവേക പ്രതിപത്യർത്ഥം, ശാസ്ത്രങ്ങളുടെ യഥാർത്ഥ സാരം അത് വിവേചനം ചെയ്ത് പ്രതിപത്തിക്കായിക്കൊണ്ട്, എന്നുവെച്ചാൽ പ്രാപിക്കാനായിക്കൊണ്ട്, അത് ശരിയായ രീതിയിൽ ഗ്രഹിക്കാനായിക്കൊണ്ട്, എങ്ങനെയാണ് ഇതിനെ ഇവിടെ ഗ്രഹിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് അതിന് ഉപനിഷത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ നിന്നുള്ള ഒരു മന്ത്രമാണ്, വലിയൊരു മന്ത്രം ഇവിടെ കോട്ട് ചെയ്യുന്നു. എന്താണ്? ഏതം വൈതമാത്മാനം വിദിത്വാ നിവൃത്തമിത്യാജ്ഞാനാഃ സന്തഃ ബ്രാഹ്മണാഃ മിഥ്യാജ്ഞാനവദ്ഭിഃ അവശ്യം കർത്തവ്യേഭ്യഃ പുത്രൈഷണാദിഭ്യോ വ്യുത്തായ അത ഭിക്ഷാചര്യം ശരീരസ്ഥിതിമാത്ര പ്രയുക്തം ചരന്തി ന തേഷാം ആത്മജ്ഞാനനിഷ്ഠാ വ്യതിരേകേണ അന്യത് കാര്യമസ്തി. ഇത്യേവം ശ്രുത്യർത്ഥം ഇഹ ഗീതാശാസ്ത്രേ പ്രതിപിപാദയിഷിതം ആവിഷ്കുറുവൻ ആഹ ഭഗവാൻ. ഇത്യേവം ശ്രുത്യർത്ഥം, ഇപ്രകാരമുള്ള ശ്രുതിയുടെ അർത്ഥം, ശ്രുതി വേദം, ഇവിടെ ഉപനിഷത്ത് ബൃഹദാരണ്യക ശ്രുതി, ബൃഹദാരണ്യക ഉപനിഷത്താണ് കോട്ട് ചെയ്തത്. യാജ്ഞവൽക്യ മഹർഷി പ്രതിപാദിക്കുന്ന ആശയങ്ങളാണ്. അപ്പോൾ ഇതേവം ശ്രുത്യർത്ഥം, ഈ വേദാർത്ഥത്തെ ഇഹ ഗീതാശാസ്ത്രേ, ഈ ഗീതാശാസ്ത്രത്തിൽ പ്രതിപാദയിഷിതം, പ്രതിപാദയിഷിതം എന്ന് പറഞ്ഞാൽ പ്രതിപാദിക്കുവാൻ ആഗ്രഹിച്ചിട്ട്, പ്രതിപാദിക്കുവാൻ ആഗ്രഹിച്ചിട്ട്, ശ്രുത്യർത്ഥം പ്രതിപാദയിഷിതം, ശ്രുത്യർത്ഥത്തെ പ്രതിപാദിക്കുവാൻ ഇച്ഛിച്ചിട്ട് വേദാർത്ഥത്തെ ഇവിടേക്ക് കോട്ട് ചെയ്യാനായിക്കൊണ്ട്, കൊണ്ടുവരുവാനായിക്കൊണ്ട്, ഈ ഗീതാശാസ്ത്രത്തിൽ അന്വയിപ്പിക്കാനായിക്കൊണ്ട് ആവിഷ്കുറുവൻ ആഹ ഭഗവാൻ, അതിനെ തന്നെ ആവിഷ്കുറുവൻ എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഭഗവാൻ. ആവിഷ്കരിക്കുക, അവതരിപ്പിക്കുക. അപ്പോൾ ആ വേദമന്ത്രത്തെ അങ്ങനെ തന്നെ കോട്ട് ചെയ്യല്ല, അതിൻ്റെ ആശയത്തെയാണ് ഭഗവാൻ ഇവിടേക്ക് ഗീതയിൽ ലളിതമായിട്ട് പറഞ്ഞു തരുന്നത്. വേദമന്ത്രം വലിയൊരു മന്ത്രമാണ്, ഉപനിഷത്ത് മന്ത്രം, ബൃഹദാരണ്യക ഉപനിഷത്ത് മന്ത്രം. അതിൻ്റെ സാരത്തെ ഭഗവാൻ ഇവിടെ ഗീതയിൽ അവതരിപ്പിക്കുന്നു. കാരണം എന്താണ് ഗീത? എന്താണ്? സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. അപ്പോൾ ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെ കറന്ന പാലാണ് ഗീത. അപ്പോൾ പശുക്കളെ മുഴുവൻ കൊണ്ടുവന്ന് കെട്ടേണ്ട ആവശ്യമില്ല അവിടെ, പാല് മാത്രം മതി നമുക്കതിൻ്റെ പ്രയോജനം കിട്ടിയാൽ മതി. ഉപനിഷത്ത് മന്ത്രങ്ങളെ പശുക്കളായി കണക്കാക്കിയാൽ അതിൻ്റെ സാരം കറന്നെടുത്ത് ആ പാലാണ് ഇവിടെ നമുക്ക് ഗീതാശാസ്ത്രത്തിൽ ശ്ലോകത്തിൽ ഭഗവാൻ തരുന്നത്. അപ്പോൾ ഭഗവാൻ ഗോപാലനന്ദൻ മിടുക്കനാണേ, കറന്നെടുക്കാനേ. അപ്പം അങ്ങനെ ആ ഉപനിഷത്ത് മന്ത്രത്തിൻ്റെ സാരത്തെ ഇവിടെ അവതരിപ്പിക്കുന്നു. ആവിഷ്കുറുവൻ ആഹ ഭഗവാൻ. അതാണ് ഈ വരുന്ന ശ്ലോകത്തിലെ 17ാമത്തെ ശ്ലോകത്തിന്
ആമുഖമായി പറയുന്നു. അപ്പൊ എന്തായിരുന്നു ആ ബൃഹദാരണ്യകോപനിഷത്ത് മന്ത്രം? ഏതം വൈ തം ആത്മാനം വിദിത്വാ നിവൃത്തമിത്യാജ്ഞാനാഃ സന്തഃ ബ്രാഹ്മണാഃ മിഥ്യാജ്ഞാനവദ്ഭിഃ അവശ്യം കർത്തവ്യേഭ്യഃ പുത്രൈഷണാദിഭ്യോ വ്യുത്ഥായ അത ഭിക്ഷാചര്യം ശരീരസ്ഥിതിമാത്ര പ്രയുക്തം ചരന്തി ന തേഷാം ആത്മജ്ഞാനനിഷ്ഠാ വ്യതിരേകേണ അന്യത് കാര്യമസ്തി. അപ്പോൾ ഈ സന്യാസിമാർക്ക്, ഈ സാഖ്യന്മാർക്ക്, ഈ ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടി പ്രയത്നം ചെയ്യുന്നവർക്ക് ആത്മജ്ഞാനനിഷ്ഠാ വ്യതിരേകേണ, ആത്മജ്ഞാനനിഷ്ഠയിൽ നിന്ന് വ്യതിരിക്തമായിട്ട്, അന്യമായിട്ട്, അന്യത് കാര്യം നാസ്തി, വേറൊരു കാര്യവും വേറൊരു കർത്തവ്യവും അവർക്കില്ല. അപ്പോൾ അവരുടെ കമ്മിറ്റ്മെന്റ് ഈ വിഷയത്തിലേ വേണ്ടൂ. ഏത് വിഷയത്തിൽ? ആത്മജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടി മാത്രം. ബാക്കി കർമ്മങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. അതാണ് അവിടെ ഏതം വൈ തം ആത്മാനം ഏതം വൈ ഏതം ഇതിനെ, ഏതിനെ? ആത്മാനം, ഈ ആത്മാവിനെ വിദിത്വ അറിഞ്ഞിട്ട്. അപ്പോൾ ഈ ആത്മാവിനെ കുറിച്ച് ആത്മാനാത്മ വിവേചനം ചെയ്ത് ആ ആത്മാവിനെ കുറിച്ച് അറിഞ്ഞ് നിവൃത്ത മിഥ്യാജ്ഞാനാഃ സന്തഃ ബ്രാഹ്മണാഃ, മിഥ്യാജ്ഞാനത്തിൽ നിന്ന് നിവൃത്തരായവർ, തെറ്റിദ്ധാരണകളിൽ നിന്ന് മുക്തരായവർ, അവർക്ക് തെറ്റിദ്ധാരണകളില്ല, കയറോ പാമ്പോ എന്ന ശങ്കയില്ല, കയറാണെന്ന് അവര് ഉറച്ച് അറിഞ്ഞു കഴിഞ്ഞു. നല്ല വെളിച്ചത്തിൽ കയറിനെ തൊട്ടറിഞ്ഞു അവര്. അപ്പൊ അവർക്ക് ശങ്കയില്ല ഇനിയിപ്പോ ഈ പാമ്പിനെ എന്താ ചെയ്യേണ്ടതെന്ന് ഇനി അവർ ആലോചിക്കില്ല. കൊല്ലണോ, വല്ല പാമ്പാട്ടിയെ വിളിക്കണോ, ഓടിച്ചു വിടണോ, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ശങ്കയും അവർക്കില്ല. കാരണം അവർക്ക് ആ മിഥ്യാജ്ഞാനത്തിൽ നിന്ന് അവർ നിവൃത്തരായി. അപ്പോൾ ഈ ലോകത്തെക്കുറിച്ചിട്ടുള്ള നാനാത്വ ഭ്രമത്തിൽ നിന്ന് മുക്തരായ അവർ സന്തഹ എന്ന് പറഞ്ഞു. ആ സജ്ജനങ്ങൾ, അല്ലെങ്കിൽ സന്തഹ എന്നുള്ള അങ്ങനെ ആയിട്ട് എന്നുള്ള സന്ന എന്നുള്ളതിൻ്റെ ബഹുവചനമായിട്ട് സന്തഹ എന്ന് പറയാം. അങ്ങനെ ആയവരായിട്ട്, അങ്ങനെ ഭവിച്ചിട്ട് ആ ബ്രാഹ്മണാഹ, ബ്രാഹ്മണാഹ എന്ന് പറഞ്ഞാൽ വിവേകിനഹ എന്നർത്ഥം. അങ്ങനെയുള്ള ബ്രാഹ്മണർ മിഥ്യാജ്ഞാനവദ്ഭിഃ അവശ്യം കർത്തവ്യേഭ്യഃ, ഈ മിഥ്യാജ്ഞാനം ഉള്ളവര്, തെറ്റിദ്ധാരണകൾ ഉള്ളവര്, അജ്ഞാനികൾ, അങ്ങനെയുള്ളവർക്ക് അവശ്യം കർത്തവ്യേഭ്യഃ, അവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. തെറ്റിദ്ധാരണ മാറാത്ത, ആത്മജ്ഞാനം ലഭിക്കാത്ത ആളുകൾക്ക് ഈ ലോകത്തെ സംബന്ധിച്ച പല കാര്യങ്ങളും കർത്തവ്യമാണ്. അപ്പൊ അവശ്യം കർത്തവ്യേഭ്യഃ പുത്രൈഷണാദിഭ്യോ വ്യുത്ഥായ, ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഏത്? അജ്ഞാനികളുടെ സ്വഭാവമാണ്. അജ്ഞാനികളുടെ സ്വഭാവം അവരുടെ ഏഷണാത്രയങ്ങളിൽ നിന്ന് അറിയാം. ഏതൊക്കെയാണ് ഏഷണാത്രയങ്ങൾ? പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. പുത്രേഷണ, പുത്രന്മാരോടുള്ളതായിട്ടുള്ള ആസക്തി, മമത. വിത്തേഷണ, ധനത്തിനോടുള്ളതായിട്ടുള്ള മമത, അതിലുള്ള ആസക്തി. ലോകേഷണ, ലോകങ്ങളെ പ്രാപിക്കുവാനുള്ളതായിട്ടുള്ള ആസക്തി. സ്വർഗാദി ലോകങ്ങൾ അനുഭവിക്കണം, അല്ലെങ്കിൽ ഭാവി ശോഭനമാകണം എന്നുള്ള ഭാവിയെക്കുറിച്ചിട്ടുള്ള ഉത്കണ്ഠ, ആസക്തി ഉള്ളവരാണ് ലോകേഷണന്മാർ. അതുപോലെ യശസ്സിനും മറ്റുമൊക്കെ താല്പര്യമുള്ളവർ, അഭിമാനികൾ, അങ്ങനെയുള്ളവരൊക്കെ ലോകേഷണ. അപ്പോൾ ഇങ്ങനെയുള്ള പുത്രേഷണാദിഭ്യോ വ്യുത്ഥായ, ഈ എന്താ പറയുക, ആത്മാവിനെ അറിഞ്ഞവർ ഇതിൽ നിന്ന് വ്യുത്ഥായ, വ്യുത്ഥായ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിട്ട് എന്നാണ് അർത്ഥം. വിശേഷേണ ഉത്ഥായ, ഉത്ഥാനം കൃത്വ, ഇതിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്ന് പറഞ്ഞാലോ, അജ്ഞാനികൾ ഇരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് അവർ, നമ്മൾ മുമ്പ് സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞപ്പോൾ യാ നിശാ സർവഭൂതാനാം, മറ്റുള്ളവർക്കൊക്കെ നിശാസമാനമായിരിക്കുന്നതും തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ യസ്യാം ജാഗ്രതി ഭൂതാനി, മറ്റ് ജീവജാലങ്ങളൊക്കെ ഈ പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ അതിൽ വളരെ ജാഗ്രതി ഉണർന്നിരിക്കുന്നു, അതിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ സാ നിശാ പശ്യതോ മുനേഹേ, ഈ ജ്ഞാനിയെ സംബന്ധിച്ചത് പ്രവൃത്തി ഇല്ലാത്ത അവസ്ഥയാണ്. അതിലൊന്നും അവർക്ക് താല്പര്യമില്ല. നിശയ്ക്ക് സമാനം.
അപ്പോൾ അതാണ് വ്യുത്ഥായ, അതിൽ നിന്ന് അതിനെ അതിക്രമിച്ച്, അതിൽ നിന്ന് ഉണർന്ന്, അതിൽ നിന്ന് എഴുന്നേറ്റ്, അതിനെ ഉപേക്ഷിച്ച്. അത ഭിക്ഷാചര്യം ശരീരസ്ഥിതി മാത്ര പ്രയുക്തം ചരന്തി. ഭിക്ഷാചര്യം ചരന്തി എന്തിനു വേണ്ടി? ശരീരസ്ഥിതി മാത്ര പ്രയുക്തം. ശരീരസ്ഥിതി മാത്ര പ്രയുക്തം, ശരീരത്തിൻ്റെ സ്ഥിതി നിലനിൽപ്പിന് വേണ്ടി മാത്രം ആവശ്യമായിട്ടുള്ള ഭിക്ഷാചര്യത്തെ ചരിക്കുന്നു എന്നാണ്. അപ്പം ഇവിടെ ആ ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. ഇനി ജ്ഞാനനിഷ്ഠ ഉറച്ചു കഴിഞ്ഞവർക്ക് ആ ഭിക്ഷാചര്യം പോലും അവർ ഉപേക്ഷിക്കും. നല്ല നിഷ്ഠ ഉറച്ചവർ, ഇത് നിഷ്ഠയ്ക്ക് വേണ്ടി, ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന സന്യാസികൾ, നിഷ്ഠ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഭിക്ഷാചര്യം പോലും, ഭിക്ഷ പോലും അവരുടെ അടുത്തേക്ക് വന്നു ചേരും എന്നുറപ്പുണ്ട്. അതുകൊണ്ട് ശരീരസ്ഥിതി മാത്രം പോലും അവർക്ക് പ്രശ്നമല്ല, അതിനും അപ്പുറത്തേക്ക് കടന്നവർ. മറ്റത് ശരീരസ്ഥിതി മാത്ര പ്രയുക്തം, ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭിക്ഷാചര്യം മാത്രം ചെയ്യുന്നു, ബാക്കി ലോക വ്യവഹാരങ്ങളിലൊന്നും തലയിടുന്നില്ല. ഇതിൽ മാത്രം അവർ നിഷ്ഠ ഉള്ളവരായിരിക്കുന്നു. ന തേഷാം ആത്മജ്ഞാനനിഷ്ഠ വ്യതിരേകേണ അന്യത് കാര്യം അസ്തി. അവർക്ക്, ന തേഷാം എന്ന് പറഞ്ഞാൽ തേഷാം അവർക്ക്, ആത്മജ്ഞാനനിഷ്ഠ വ്യതിരേകേണ, ആത്മജ്ഞാനനിഷ്ഠയിൽ നിന്ന് വ്യതിരിക്തമായിട്ട് അന്യത് കാര്യം ന എന്ന് നേരത്തെ പറഞ്ഞു, ന അസ്തി, വേറൊരു പ്രവൃത്തിയും വേറൊരു കർത്തവ്യവും അവർക്കില്ല. അപ്പോൾ ഇവിടെ ആത്മജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന ആ ഉയർന്ന തലത്തിലെത്തിയതായിട്ടുള്ള സന്യാസി. ഇനി ഇതിൻ്റെ അപ്പുറത്താണ് ജ്ഞാനനിഷ്ഠനായിട്ടുള്ള ഒരാൾ, വിദ്വാൻ. ഇവിടെ വിദ്വാന്റെ കാര്യമല്ല പറയുന്നത്, വിദ്വാന്റെ തൊട്ടു മുമ്പുള്ള, അപ്പോൾ കർമ്മയോഗം ചെയ്ത് വേണ്ടത്ര എന്താ പറയുക, 90% എത്തിക്കഴിഞ്ഞു. ഇനിയൊരു 10% ഈ കാര്യത്തിലൊരു ഉറപ്പ് വേണം അവർക്ക്, അത്രേ വേണ്ടൂ. ആ നിഷ്ഠയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യരുത്? മറ്റ് ലോകകർമ്മങ്ങളിലേക്കൊന്നും ഇറങ്ങി വ്യവഹരിക്കാൻ പോകരുത്, ഇതിൽ മാത്രം പ്രയത്നിക്കുക. ശരീരം നിലനിർത്താൻ വേണ്ട ഭിക്ഷാചര്യം മാത്രം ചരിക്കുക. അതിലും വലിയ കൊതിയോടുകൂടി, ആസക്തിയോടുകൂടി ഭിക്ഷയ്ക്ക് വേണ്ടി ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രാരബ്ധം വേണ്ടത് കൊണ്ട് തരും. ഭിക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ അതിന് അയാചിതം അന്നം എന്നർത്ഥമുണ്ട്. ഭിക്ഷ അയാചിതം അന്നം, യാചിക്കാതെ വന്നു ചേരുന്ന അന്നമാണ് ഭിക്ഷ. അപ്പോൾ പിന്നെ ഭവതി ഭിക്ഷാം ദേഹി, ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ് നടക്കുന്നതോ അതൊരു സൂചന മാത്രം. ഒരു സന്യാസി ഭിക്ഷാടനം ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു 3 ഗൃഹം വരെ പരമാവധി പോകാവൂ എന്നൊക്കെ പൂർവികർ പറയും. ഇങ്ങനെയൊക്കെ സ്മൃതികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. 3 ഗൃഹങ്ങളിൽ മാത്രം അവിടെ പോയിട്ട് ഞാൻ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാനുള്ളൊരു നോട്ടീസ് മാത്രമാണ്. ഒരു മണിയടിക്കുന്നത് പോലെ നമ്മുടെ വീട്ടിൽ കച്ചവടക്കാരൊക്കെ വരുമ്പോൾ, ഐസ്ക്രീമുകാർ വരുമ്പോൾ അവരുടെ ശബ്ദം ഉണ്ടാക്കും, അല്ലേ? പൂക്കാർ വരുമ്പോൾ അവരുടെ ശബ്ദം ഉണ്ടാക്കും, പച്ചക്കറിക്കാർ വരുമ്പോൾ അവരുടെ ശബ്ദം ഉണ്ടാക്കും. അതുപോലെ ഒരു നോട്ടീസ്, ഞാൻ വന്നിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഭിക്ഷ തരാം, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഓഫർ ചെയ്യുന്നു എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം, ഭിക്ഷാന്തേഹി എന്ന് പറയുന്നതിന്. അപ്പോൾ അവിടെ അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഭിക്ഷ കൊടുക്കാം. ഇല്ലെങ്കിൽ അയാൾ കുറച്ച് നേരം 3 പ്രാവശ്യം പറഞ്ഞാൽ അവർക്ക് റെസ്പോൺസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോകും. അങ്ങനെ ഒരു 3 ഗൃഹങ്ങളിൽ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ പ്രയത്നമില്ല, ഇന്നത് മതി എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രാരബ്ധം ഇതാണ്, ഇന്നിത്രേ വിധിച്ചിട്ടുള്ളൂ, ഇനി കൂടുതൽ പോകേണ്ട കാര്യമില്ല. ഒരു മിനിറ്റ് കേട്ടോ, ഒരു അത്യാവശ്യമുണ്ട്.
നാരായണ. ഇന്നലെ കുറേ ഓട് പൊട്ടിയതിൻ്റെ ഓടുകൾ ഇറക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ സ്ഥലം പറഞ്ഞു കൊടുക്കാം. അവിടെ ഉള്ളവർക്കൊന്നും വിവരമില്ല വേണ്ടത്രേ. നാരായണ. അപ്പോൾ ഉപനിഷത്ത് മന്ത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഏതം വൈ തം ആത്മാനം വിദിത്വ നിവൃത്തമിഥ്യാജ്ഞാനാഃ സന്തഃ ബ്രാഹ്മണാഃ മിഥ്യാജ്ഞാനവദ്ഭിഃ അവശ്യം കർത്തവ്യേഭ്യഃ പുത്രൈഷണാദിഭ്യോ വ്യുത്തായ അത ഭിക്ഷാചര്യം ശരീരസ്ഥിതിമാത്ര പ്രയുക്തം ചരന്തി ന തേഷാം ആത്മജ്ഞാനനിഷ്ഠാ വ്യതിരേകേണ അന്യത് കാര്യമസ്തി. അപ്പോൾ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള ഭിക്ഷാചര്യം മാത്രം ചരിച്ചുകൊണ്ട്, അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഭിക്ഷാചര്യം ചരിച്ചുകൊണ്ട് വേറൊന്നിലും തലയിടാതെ ആത്മജ്ഞാന നിഷ്ഠയ്ക്ക് വേണ്ടി മാത്രം പ്രയത്നിക്കണം അങ്ങനെയുള്ളവർ. ഇത് തപോവന സ്വാമികളുടെയൊക്കെ ജീവചരിത്രം പഠിച്ചാൽ ആദ്യ ഭാഗം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെയൊക്കെ ആദ്യ ഭാഗം ഇതേ ഒരു ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം ജീവിക്കുന്നത് കാണാം. സഞ്ചരിക്കുന്നുണ്ട് അദ്ദേഹം. ഹിമാലയം മുഴുവൻ കാൽനടയായി പോകാത്ത സ്ഥലമില്ല അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേൽക്കാത്ത ഹിമാലയത്തിലെ ഭൂമി കുറവാണ്. അതും മഞ്ഞുമലകളുടെയൊക്കെ മുകളിലൂടെ ഷോർട്ട് കട്ടുകളിലൂടെയാണ് അദ്ദേഹം ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്കൊക്കെ പോവുക. നമ്മളെപ്പോലെ വാഹനം പോകുന്ന വഴികളൊന്നും അല്ല. 1920-കൾ മുതൽ 50-കൾ വരെ, 57 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 20-ാം വയസ്സ് മുതൽക്ക് 67 വയസ്സ് വരെയാണ് ഹിമാലയത്തിൽ കഴിഞ്ഞത്. 47 വർഷം ഹിമാലയത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കും, ആൾതാമസമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം അവിടെ എത്തിച്ചേരും. സമയമാകുമ്പോൾ വിശന്ന് അവശനായി ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ വീണു പോകുന്നുള്ള അവസ്ഥയൊക്കെ എത്തുമ്പോഴേക്കും ഭഗവാൻ എവിടുന്നെങ്കിലും കൊണ്ടു കൊടുക്കും. ഏതെങ്കിലും രീതിയിൽ കള്ളന്മാർ പോലും കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് വന്ന കള്ളന്മാർ പോലും അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അവരുടെ മനസ്സ് മാറി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ട് പോയ കഥകളുണ്ട്. അദ്ദേഹത്തെ എന്താ പറയുക, വ്യാഘ്രങ്ങൾ, പുലികളൊക്കെ അദ്ദേഹം വഴിയിൽ കാണും. കരടികൾ, പുലികൾ, അതൊന്നും അദ്ദേഹത്തെ ഉപദ്രവിക്കാതെ അടുത്തുകൂടെ നടന്നു പോകും. അങ്ങനെ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ. അപ്പോൾ ഒരാൾക്ക് എന്താണോ പ്രാരബ്ധം അതാണ് നടക്കുക എന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് യാതൊരു വേവലാതിയും ഉണ്ടായിരുന്നില്ല. എനിക്ക് അടുത്ത നേരം എവിടെയാണ് ഭക്ഷണം എന്നുള്ള ഒരു കരുതലും ഒരു ആൻസൈറ്റിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അടുത്ത നേരം തനിക്ക് കഴിക്കാൻ യോഗമുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും. അവിടെ നേരക്കണക്കൊന്നുമില്ല. നമ്മളെപ്പോലെ 3 നേരം കഴിച്ചോളണം എന്ന് യാതൊരു നിർബന്ധമില്ല. ശരീരം നിലനിർത്താൻ എപ്പോഴാണോ ഭക്ഷണം വേണ്ടത് അത് പ്രകൃതി കൊടുക്കും, ഈശ്വരൻ കൊടുക്കും എന്നുള്ള നല്ല നിശ്ചയം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കഥ വായിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ സഞ്ചരിച്ച് അദ്ദേഹം ഈ ആത്മജ്ഞാന നിഷ്ഠനായി തീരുകയാണ് ചെയ്യുന്നത്. ഈ അഭ്യാസം കൊണ്ട് അവസാനമാകുമ്പോഴേക്കും അദ്ദേഹം ആ ജ്ഞാനനിഷ്ഠനായി സ്ഥിതപ്രജ്ഞനായി തീരുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക, ഒരു മേക്കിംഗ് ഓഫ് എ ജ്ഞാനി എന്ന് പറയാം. ആ ഒരു ജ്ഞാനി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഘട്ടം, അജ്ഞാനിയുടെ ഒരു ഗർഭകാലം എന്ന് വേണമെങ്കിൽ പറയാം.
ജ്ഞാനിയായി തീരുന്നതിന് മുമ്പുള്ളതായിട്ടുള്ള അവസ്ഥ, ഒരു പരിപൂർണ സാധകനായിരിക്കുന്ന അവസ്ഥ. അദ്ദേഹം വേറെ ഒരു കർത്തവ്യങ്ങളും ചെയ്യുന്നില്ല, ഒരു കാര്യത്തിലും തലയിടുന്നില്ല, ലോക വ്യവഹാരങ്ങൾ ഒന്നിലും ഒരു കാര്യത്തിലും താല്പര്യമില്ലാതാവുകയാണ്. അപ്പോൾ ആ ജ്ഞാനനിഷ്ഠയിൽ കൊണ്ട് അതിനു വേണ്ടിയ പരിശ്രമം മാത്രം ചെയ്തുകൊണ്ട്, വേദാന്ത വിചാരം ചെയ്തുകൊണ്ട്, ആത്മവിചാരം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുക. എവിടെയെങ്കിലും ചെന്ന് ചേർന്നാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരുമായിട്ട് വല്ല സംവാദവും ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ വേദാന്തപരമായിട്ടുള്ള സംവാദം മാത്രം. വേറെ ഏതെങ്കിലും വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യാൻ എടുത്താൽ അദ്ദേഹം അവിടുന്ന് ഒഴിവായിപ്പോവും. ഏകാന്തതയാണ് അദ്ദേഹത്തിന് അപ്പം ഇഷ്ടം. ഒന്നുകിൽ സത്സംഗം, അല്ലെങ്കിൽ അനാവശ്യ തർക്കങ്ങൾക്കോ അതിനൊന്നും പോകാതെ ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടി മാത്രം പ്രയത്നം. അപ്പോൾ അതാണ് ഇവിടെ ഉപനിഷത്ത് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാൾക്ക് വേറൊരു കർത്തവ്യമില്ല, ഇതിനു വേണ്ട മാത്ര കർത്തവ്യമേ ഉള്ളൂ. ആത്മജ്ഞാന നിഷ്ഠയിൽ നിന്ന് അതിനുവേണ്ടി പരിശ്രമം ചെയ്യുന്നതല്ലാത്ത യാതൊരു കർത്തവ്യവും ഇല്ല. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അടുത്ത 2 ശ്ലോകങ്ങളും പറയുന്നത്. 17ഉം 18ഉം ശ്ലോകങ്ങൾ ഇതാണ് വിഷയം. അപ്പം അതിൽ 17ആണ് നമ്മൾ ഇന്നലെ വായിച്ചത്. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. യഹ തു ആത്മരതിഃ ഏവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മനി ഏവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. അപ്പോൾ യഹ എന്ന് പറഞ്ഞാൽ യഹ മാനവഃ എന്ന് അന്വയിക്കാം. ഏതൊരു മാനവനാണോ, ഏതൊരു മനുഷ്യനാണോ ആത്മരതിഃ ആത്മതൃപ്തഃ ആത്മനിയേവ സന്തുഷ്ടഃ സ്യാദ്, ആത്മരതിയായിരിക്കുന്നവനും, ആത്മരതി തന്നിൽ തന്നെ രമിക്കുന്നവൻ, വേറെ വിഷയങ്ങളിലൊന്നിലും രമിക്കാത്തവൻ, ആത്മതൃപ്തശ്ച എപ്പോഴും തന്നിൽ തന്നെ തൃപ്തനായി പൂർണ്ണനായിരിക്കുന്നവൻ, ഒരു കുറവും അദ്ദേഹത്തിന് അനുഭവപ്പെടാറില്ല. എന്തെങ്കിലും ഒരു ലാക്കിംഗ് ഫീൽ, എനിക്ക് എന്തോ ന്യൂനതകളുണ്ട് എന്നുള്ള ആ ഒരു കുറവിൻ്റെ തോന്നലേ ഇല്ല. ഓൾവേസ് ഫുൾ. അതാണ് ആത്മതൃപ്തനും ആത്മനിയേവ സന്തുഷ്ടഃ, തന്നിൽ തന്നെ സന്തുഷ്ടനുമായിരിക്കുന്നത്. തസ്യ കാര്യം ന വിദ്യതേ, അവന് കർത്തവ്യങ്ങളൊന്നും ഇല്ല. ചെയ്യപ്പെടേണ്ടതായിട്ട് കാര്യമെന്നാൽ കർത്തവ്യം, ന വിദ്യതേ കാണുന്നില്ല. ശാസ്ത്രങ്ങളൊന്നും അവന് ഇന്നത് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആത്മരതി, ആത്മതൃപ്തൻ, ആത്മനിയേവ സന്തുഷ്ടൻ, ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്ന് വെച്ചാൽ ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് യാതൊരു കർത്തവ്യവും ഇല്ല എന്ന് പറയണം. അത് അടുത്ത ശ്ലോകത്തിൽ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ 2 ശ്ലോകങ്ങളിലാണ് ഈ ആശയം പരന്നു കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഭാഷ്യം കണ്ടിട്ട് അടുത്തതിലേക്ക് പോകാം. യഹ തു സാങ്ക്യഃ ആത്മജ്ഞാനനിഷ്ഠഃ ആത്മരതിഃ ആത്മനിയേവ രതിഃ ന വിഷയേഷു യസ്യ സഹ ആത്മരതിഃ ഏവ സ്യാദ് ഭവേത് ആത്മതൃപ്തഃ ച ആത്മനാ ഏവ തൃപ്തോ ന അന്നരസാദിനാ മാനവോ മനുഷ്യഃ സന്യാസി ആത്മനിയേവ ച സന്തുഷ്ടഃ സന്തോഷോ ഹി ബാഹ്യാർത്ഥലാഭേ സർവസ്യ ഭവതി തം അനപേക്ഷ്യ ആത്മനിയേവ ച സന്തുഷ്ടഃ സർവതോ വീതതൃഷ്ണഃ ഇതി ഏതത് യഹ ഈദൃശഃ ആത്മവിത് തസ്യ കാര്യം കരണീയം ന വിദ്യതേ ന അസ്തി ഇത്യർത്ഥഃ. അപ്പോൾ യഹ തു ഇവിടെ യസ്തു ആത്മരതിരേവ സ്യാദ് എന്നാണല്ലോ ആദ്യത്തെ വരി. അപ്പോൾ യഹ തു ഏതൊരാളാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ യഹ എന്നുള്ളതിന് സാങ്ക്യഃ ആത്മജ്ഞാനനിഷ്ഠഃ എന്ന് ആചാര്യ ഭഗവത്പാദര് ഈ യഹ എന്നുള്ളത്
ഏതെങ്കിലും വഴി കൂടെ പോകുന്ന എല്ലാവരുമല്ല. ഇവിടെ സ്പെസിഫിക് ആണ്. ആരാണിവിടെ? സാഖ്യ, ജ്ഞാനത്തിൽ നിഷ്ഠയോടുകൂടിയവൻ, ആത്മജ്ഞാന നിഷ്ഠ, ആത്മജ്ഞാനത്തിന് പ്രയത്നം ചെയ്യുന്നവൻ അല്ലെങ്കിൽ അതിൽ നിഷ്ഠ നേടിയവൻ, അങ്ങനെയുള്ളവനെയാണ് സാഖ്യൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സാഖ്യൻ അല്ലെങ്കിൽ ആത്മജ്ഞാന നിഷ്ഠനായ സന്യാസി. ആത്മരതിഹി, ആരാണ് ആത്മരതിഹി? ആത്മനിയേവ രതിഹി ന വിഷയേഷു യസ്യ സഹ ആത്മരതിഹി. ആത്മനിയേവ, തന്നിൽ തന്നെ രമിക്കുക, വേറെ ന വിഷയേഷു, ശബ്ദസ്പർശ രൂപരസഗന്ധാദി ഇന്ദ്രിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഒരു താല്പര്യവും ഒരു രതിയും ഇല്ല. അദ്ദേഹത്തിൻ്റെ കണ്ണോ കാതോ മൂക്കോ നാവോ ഒന്നും പുറത്തേക്ക് പോകുന്നില്ല. സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞപ്പോൾ കൂർമോങ്കാനീവ സർവശഃ എന്ന് പറഞ്ഞില്ലേ? ആമ എങ്ങനെയാണോ അതിൻ്റെ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കുന്നത്, അതുപോലെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി അതിൻ്റെ ഉറവിടത്തിൽ അടങ്ങിയിരിക്കുന്നു, ബഹിർമുഖങ്ങളായി ചരിക്കുന്നില്ല, വിഷയങ്ങളിലൊന്നും ഒരു കൊതിയും ഇല്ല. അങ്ങനെയുള്ളവൻ ആത്മരതിഹി. ആത്മനിയേവ രതിഹി ന വിഷയേഷു യസ്യ സഹ ആത്മരതിഹി ഏവ സ്യാത്. സ്യാത് എന്നുള്ളതിന് ഭവേത്, ആരാണോ അങ്ങനെയായി ഭവിക്കുന്നത്. ഇനി ആത്മതൃപ്ത, ആരാണ് ആത്മതൃപ്തൻ? ആത്മനായേവ തൃപ്ത ന അന്നരസാദിന, തന്നാൽ തന്നെ തൃപ്തൻ, വേറെ അന്നരസാദികളെ കൊണ്ടല്ല. നമ്മളൊക്കെ പലപ്പോഴും വയറ് നിറഞ്ഞു തൃപ്തിയായി എന്ന് പറയുന്നത് അന്നം കഴിക്കുമ്പോഴോ വെള്ളം കുടിക്കുമ്പോഴോ ഒക്കെയാണ്, അല്ലെങ്കിൽ വല്ല പാനീയങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഹാവു തൃപ്തിയായി എന്ന് പറയും. ഇവിടെ അന്നരസാദികളൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. തന്നാൽ തന്നെ എപ്പോഴും തൃപ്തനായിരിക്കുന്നു, എപ്പോഴും നിറവാണ് അദ്ദേഹത്തിന്. അന്നരസാദിന, അപ്പോൾ തൃപ്തനായിരിക്കുന്നു. അങ്ങനെയുള്ള മാനവ മനുഷ്യ, ഏതൊരു മാനവനാണോ മനുഷ്യനാണോ അവനെ ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞു സന്യാസി എന്ന് ഭാഷ്യകാരൻ. അങ്ങനെയുള്ള ഒരു സന്യാസി ആത്മനിയേവച സന്തുഷ്ട. സന്തോഷോ ഹി ബാഹ്യാർത്ഥലാഭേ സർവസ്യ ഭവതി. സർവസ്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെല്ലാവർക്കും എങ്ങനെയാണ് സന്തോഷം? ബാഹ്യാർത്ഥ ലാഭത്തിലാണ്. അവരുദ്ദേശിച്ച ആഗ്രഹിച്ച വിഷയങ്ങൾ ലഭിക്കുമ്പോഴാണ് അവർക്ക് ഉണ്ടാവുക. എന്നാൽ തം അനപേക്ഷ്യ, ഈ ബാഹ്യാർത്ഥ ലാഭത്തെ അപേക്ഷിക്കാതെ, ബാഹ്യ വിഷയങ്ങളെ ഒന്നും ആശ്രയിക്കാതെ അപേക്ഷിക്കാതെ ആത്മനിയേവച സന്തുഷ്ട, തന്നിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നവൻ സർവതോ വീതതൃഷ്ണ ഇത് ഏതത്. സർവത, എല്ലാ വിഷയങ്ങളിൽ നിന്നും വീതതൃഷ്ണ, തൃഷ്ണ പോയവൻ, ഒരു തൃഷ്ണയുമില്ലാത്തവൻ. അങ്ങനെയുള്ള യഹ ഈദൃശ ആത്മവിദ്, ആരാണോ ഇപ്രകാരമുള്ളൊരു ആത്മജ്ഞാനിയായിരിക്കുന്നത്, തസ്യ കാര്യം കരണീയം ന വിദ്യതേ അസ്തി ഇത്യർത്ഥ, ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആത്മജ്ഞാനനിഷ്ഠനായിട്ടുള്ള ഒരാൾക്ക് ഈ ലോകത്തിൽ ഒരു കർത്തവ്യവും ശേഷിക്കുന്നില്ല. അയാൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് കാര്യമില്ല. കാരണം അയാൾ പൂർണ്ണനാണ്, അയാൾ തന്നിൽ തന്നെ തൃപ്തനാണ്. അയാൾ ലോകത്തിലെ ഒരു വിഷയത്തിൻ്റെയും ആശ്രയത്തിലല്ല കഴിയുന്നത്. അദ്ദേഹത്തിന് രമിക്കാനും വിഷയങ്ങൾ വേണ്ട, തന്നിൽ തന്നെ രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തൃപ്തിക്ക് താൻ തന്നെ തൃപ്തി ഹേതു. അപ്പോൾ സാധാരണ എല്ലാ ജനങ്ങളും സുഖം അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ, എല്ലാവരും ബഹിർമുഖരായി സുഖത്തിൻ്റെ വിഷയങ്ങൾ തേടിക്കൊണ്ട് നടക്കുമ്പോൾ, ഇവിടെ ഒരാൾക്ക് ഒരു അപേക്ഷയുമില്ല, സുഖത്തിനൊരു കുറവും ഇല്ല, പൂർണ്ണതാബോധം ഇല്ല. അതുകൊണ്ട് തന്നെ വിഷയങ്ങളിലാണ് സുഖം എന്നുള്ള തെറ്റിദ്ധാരണയും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു വിഷയങ്ങളെയും അപേക്ഷിച്ച് ഒന്നും സമ്പാദിക്കാനില്ല അദ്ദേഹത്തിന്, ഒന്നും നേടാനും നഷ്ടപ്പെടാനുമില്ല. പൂർണ്ണനായിരിക്കുന്നു, തൃപ്തനായിരിക്കുന്നു, ആനന്ദം അനുഭവിക്കുന്നു. ആത്മനിയേവച സന്തുഷ്ട. അങ്ങനെയുള്ള ഒരാൾക്ക് തസ്യ കാര്യം ന വിദ്യതേ, കരണീയം ന വിദ്യതേ. അപ്പം ഈ ഒരു അവസ്ഥ എത്തിയ ഒരാൾക്കേ കരണീയമായിട്ടൊന്നും ഇല്ലാത്തതുള്ളൂ. അർജുന, നീ എത്തിയോ? നീ ആ അവസ്ഥയിൽ എത്തിയോ? എങ്കിൽ നിനക്കിപ്പോൾ സന്യസിക്കാം, നിന്നെ ഞാൻ വിടാം. പക്ഷെ നീ അവിടെ എത്താതെയാണ്, മൂക്കാതെയാണ് നീ ഇപ്പൊ പഴുത്തു എന്ന് വിചാരിക്കുന്നത്. നിനക്ക് ഈ ഒരു അവസ്ഥ ആയിട്ടില്ല.
നീ ആകെ അസ്വസ്ഥനാണ്, നീ അപൂർണനാണ്, നീ വിഷാദഗ്രസ്തനാണ്, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നാനുശോചന്തി പണ്ഡിതാഹ, എന്നാൽ അശോച്യാൻ അന്വശോചസ്ത്വം, ദുഃഖിക്കേണ്ടാത്ത വിഷയങ്ങളെക്കുറിച്ച് നീ ദുഃഖിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ അറിയാം നീ അജ്ഞാനിയാണ്, നീ മൂഢനാണ് എന്ന് നിന്റെ ദുഃഖത്തിൽ നിന്ന് തന്നെ വ്യക്തം. അങ്ങനെയുള്ള നീ സന്തുഷ്ടനായിരിക്കുന്ന ആത്മജ്ഞാനിയെ പോലെ എനിക്കൊരു കർത്തവ്യവുമില്ല, ഞാൻ എല്ലാ കർത്തവ്യങ്ങളിൽ നിന്നും വിരമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, അത് നിനക്ക് സാധ്യമല്ല, നിന്നെക്കൊണ്ടാവുന്ന കാര്യമല്ല. നീ തെറ്റായ കാര്യത്തിലാണ് ഇപ്പം നിന്റെ മനസ്സിരിക്കുന്നത്. അതിന് പല കാരണം, നിന്റെ അജ്ഞാനം തന്നെയാണ് മുഖ്യ കാരണം, നിന്റെ മോഹങ്ങളാണ്, നിന്റെ തെറ്റിദ്ധാരണകളാണ് കാരണം. അതുകൊണ്ട് നീ നിന്റെ തെറ്റിദ്ധാരണയെ അകറ്റൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. എനിക്കൊരു തെറ്റിദ്ധാരണയും ഇല്ല, ഞാൻ കാര്യങ്ങളെ കൃത്യമായി ദർശിക്കുന്ന ആളാണ്, വിശകലനം ചെയ്യുന്ന ആളാണ്, നിനക്ക് ഉപദേശിക്കുന്നത് കൃത്യമായിട്ടാണ്. അത് നീ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നിന്റെ അധികാരം ഏത് വിഷയത്തിലാണ്, ഏത് പ്രവൃത്തിയിലാണ്, നിന്റെ സ്വധർമ്മം എന്താണ് എന്ന് നീ മനസ്സിലാക്കി നീ അതിൽ പ്രവർത്തിക്കുക. നീ സന്യാസിയുടെ ധർമ്മം ഏറ്റെടുക്കാൻ ആയിട്ടില്ല. അപ്പോൾ സന്യാസി ആവണമെങ്കിൽ ഈ പറഞ്ഞ യോഗ്യതയൊക്കെ വേണം. ഏതൊക്കെ? ആത്മരതി, ആത്മതൃപ്ത, ആത്മനിയേവ സന്തുഷ്ട. എന്തായാലും നീ ഇത് മൂന്നും ആയിട്ടില്ല. അതുകൊണ്ട് നീ ഇപ്പോൾ കർമ്മണ്യേവ അധികാരഹത്തെ, നിനക്ക് കർമ്മത്തിൽ മാത്രമാണ് അധികാരം. ഈ ആശയത്തിൻ്റെ തുടർച്ചയാണ് അടുത്ത ശ്ലോകവും. കിംച, മാത്രമല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന് ഒന്നുകൂടെ ഒരു എക്സ്പ്ലനേഷനാണ്. നൈവ തസ്യ കൃതേനാർത്ഥഃ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യഭാശ്രയഃ. നൈവ തസ്യ കൃതേനാർത്ഥഃ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യഭാശ്രയഃ. നൈവ തസ്യ കൃതേന അർത്ഥഃ ന അകൃതേന ഇഹ കശ്ചന ന ച അസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥ വ്യഭാശ്രയഃ. അപ്പോൾ നൈവ തസ്യ കൃതേന അർത്ഥഃ, തസ്യ അവന് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആരാണ് അവൻ? മുൻ ശ്ലോകത്തിൽ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന ആത്മജ്ഞാന നിഷ്ഠ ഉള്ള ആള്, ആത്മരതി, ആത്മതൃപ്തൻ, ആത്മനിയേവ സന്തുഷ്ടൻ. തസ്യ കാര്യം ന വിദ്യതേ എന്ന് ആരെക്കുറിച്ച് പറഞ്ഞുവോ അയാൾക്ക് തസ്യ കൃതേന അർത്ഥഃ നൈവ. കൃതേന എന്ന് പറഞ്ഞാൽ കൃതം ചെയ്യപ്പെട്ടത്, ഏതെങ്കിലും കർമ്മം ചെയ്യപ്പെട്ടത്. അപ്പം ചെയ്ത കർമ്മം കൊണ്ട് ആ കർമ്മത്തിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും അർത്ഥം, പ്രയോജനം അദ്ദേഹത്തിന് ഇല്ല. ഏതെങ്കിലും പ്രയോജനം അദ്ദേഹത്തിന് ഒരു കർമ്മത്തിൽ നിന്നും അദ്ദേഹം കാണുന്നില്ല. എല്ലാ കർമ്മങ്ങളും പരിമിതമായ ഫലത്തെ നൽകുന്നതാണ്. കർമ്മങ്ങൾക്കൊക്കെ ഫലമുണ്ട്, പക്ഷേ പരിമിതമായിരിക്കും. കാരണം കർമ്മം എന്ന് പറയുന്നത് തന്നെ പരിമിതമാണ്. കാലം, ദേശം, അതുപോലെ ചെയ്യുന്ന ആളുടെ ശക്തി, അങ്ങനെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് കർമ്മം ഇരിക്കുന്നത്. കാലവും ദേശവും ഒന്നായാൽ മാത്രം പോരാ, ചെയ്യുന്ന ആളുടെ യോഗ്യതകളൊക്കെ ഉണ്ട് അതിൽ. അധികാരിയായിരിക്കുന്ന ആള്, കർത്താവ്, ആ കർത്താവിൻ്റെ യോഗ്യതകളുണ്ട്. പിന്നെയും പൂർവമായിട്ട് നമ്മൾ എന്തൊക്കെ അതിനോട് ചേർത്ത് അനുബന്ധമായിട്ട് പുണ്യവും പാപവും ചെയ്തിട്ടുണ്ടോ, നമ്മൾക്ക് അറിയാത്തതായിട്ടുള്ള അദൃഷ്ടമായ നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പം ഇപ്പം ചെയ്തത് കൊണ്ട് മാത്രമല്ല നമ്മൾ ഏതെങ്കിലും കർമ്മഫലം അനുഭവിക്കുന്നത്, മുൻ കർമ്മഫലങ്ങളുടെ ഓരോരോ സഞ്ചിതം കിടപ്പുണ്ട്. അതിൻ്റെയും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഇപ്പം അനുഭവിക്കാൻ. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളെ അപേക്ഷിച്ചിട്ടാണ് ഒരു കർമ്മഫലം ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അല്പമായിട്ടുള്ള കർമ്മഫലത്തിൽ ഇദ്ദേഹത്തിന് യാതൊരു കാര്യവും ഇല്ല. തസ്യ കൃതേന അർത്ഥഃ നൈവ.
അവന് ചെയ്തതുകൊണ്ട്, ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവും ഒരു ഫലവും അദ്ദേഹം അതിൽ നിന്ന് ഇച്ഛിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. കാരണം അതിൻ്റെ കുറവ് അദ്ദേഹത്തിന് ഇല്ല. ഇന്ന കർമ്മം ചെയ്ത് ഇന്ന ഫലം എനിക്ക് കിട്ടണം, എന്നാലേ ഞാൻ പൂർണ്ണനാവുള്ളൂ, എൻ്റെ കുറവുകൾ നികത്താം എന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല. കാരണം കുറവില്ല. സ്വയം ആനന്ദ സ്വരൂപനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, ആത്മസ്വരൂപനാണ്, പൂർണ്ണനാണ്. അതുകൊണ്ട് തന്നെ കുറവുകളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കർമ്മം കൊണ്ടൊന്നും നേടാനില്ല. അതുപോലെ അകൃതേന ഇഹ കശ്ചന ന, അകൃതേന എന്ന് പറഞ്ഞാലോ ചെയ്യപ്പെടാത്തത് കൊണ്ട്, ചെയ്യാത്തത് കൊണ്ട്, എന്തെങ്കിലും ചെയ്തില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ? നമുക്കൊക്കെ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ പല നഷ്ടങ്ങളും സംഭവിക്കും. ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ട് തന്നെ നമുക്ക് കിട്ടില്ല. പിന്നെ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ, ചെയ്യാത്തത് കൊണ്ട് നഷ്ടങ്ങൾ ഒരുപാട് നമുക്ക് സംഭവിക്കും. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനും ഇല്ല. കാരണം അദ്ദേഹത്തിന് ഒന്നിൻ്റെയും പ്രതീക്ഷയില്ല, നഷ്ടപ്പെടാൻ അപേക്ഷയില്ല. ഇവിടെ അത് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ്. ചെയ്യാത്തത് കൊണ്ടൊരു ഒന്നും അദ്ദേഹത്തിന് വരാനില്ല. അസ്യ സർവഭൂതേഷു അർത്ഥവ്യപാശ്രയ കശ്ചിത് അർത്ഥവ്യപാശ്രയ ന. അസ്യ ഇങ്ങനെയുള്ള ഒരാൾക്ക്, ഈ ജ്ഞാനിക്ക്, സർവഭൂതേഷു എല്ലാ ഭൂതജാലങ്ങളിലും സർവചരാചരങ്ങളെക്കുറിച്ചും അർത്ഥവ്യപാശ്രയ, അർത്ഥം പ്രയോജനം, പ്രയോജനത്തിനുള്ള വ്യപാശ്രയം ഡിപ്പെൻഡൻസി, ഏതെങ്കിലും പ്രയോജനത്തിനുള്ള എന്തെങ്കിലും ഒരു ഡിപ്പെൻഡൻസി, ഒരു ആശ്രയഭാവം, ആശ്രയത്വം കശ്ചിതന, അല്പം പോലും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ആരിൽ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു പ്രയോജനം അദ്ദേഹം കാക്ഷിക്കുന്നേയില്ല. ഒരു പ്രയോജനവും അദ്ദേഹത്തിന് കിട്ടാനില്ല. എന്നുവെച്ചാൽ വേണ്ട, നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് എന്തിൽ നിന്ന് എന്ത് കിട്ടാനാണ്? നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഇനി ഒന്നും കിട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഒരാളിലും ഒരു പ്രതീക്ഷയുമില്ല, അദ്ദേഹത്തിന് ഒരു പ്രയോജനവും ആരിലും കാണുന്നില്ല. നമ്മളൊക്കെ ഈ ലോകത്തിൽ ആരെ കാണുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, ഇയാളെ കൊണ്ട് എനിക്കെന്താ പ്രയോജനം. അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ആളുകളോട് ബന്ധപ്പെടുന്നതെല്ലാം. പ്രയോജനമുള്ളവരോട് നമ്മൾ എങ്ങനെയെങ്കിലും കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കും. പ്രയോജനമില്ലാത്തവരെ നമ്മൾ അവോയ്ഡ് ചെയ്യും. ഇനി അഥവാ നമുക്ക് കൂടുതൽ നഷ്ടം വരുന്ന ആളുകളാണെങ്കിലോ, ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അയാളുടെ അടുത്തേക്ക് പോയാൽ നമുക്കാണ് ലോസ് ഉണ്ടാവുക. കാരണം അയാൾ മഹാദരിദ്രവാസി, അയാൾ പല കാര്യത്തിലും ഡിപ്രൈവ്ഡ് ആണ്, നമ്മളെക്കാൾ മോശമാണ്. അപ്പോൾ അയാളെ അപേക്ഷിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല എന്ന് മാത്രമല്ല, അയാളുടെ കൂടെ കൂടിയാൽ, അയാളുടെ അടുത്ത് പരിചയപ്പെട്ടാൽ നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാവാം. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ദൂരേക്ക് നമുക്ക് അയാളെ അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെയാണ് ലോകത്തിലെ ആളുകളുടെ മനസ്സ്. അപ്പോൾ ദീനന്മാരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ, അവശന്മാരെ, ദരിദ്രന്മാരെ, ഒരു അധികാരവും സ്ഥാനവും ഒന്നും ഇല്ലാത്ത, ഒരു യോഗ്യതയും ഇല്ലാത്ത ആളുകളെ കാണുമ്പോൾ വളരെ ദൂരേക്ക് അകറ്റി നിർത്തുക. എന്നാൽ ധനമോ സ്ഥാനമാനങ്ങളോ പേരോ പ്രശസ്തിയോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസോ ഒക്കെ ഉള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് ആകൃഷ്ടരാകുന്നു. കാരണം നമ്മളെക്കാൾ മഹത്വം അവർക്കുണ്ട്. അവർ വിചാരിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കഴിയും, നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകും. അപ്പം ഇതാണ് നമ്മുടെ സ്വഭാവം. നമ്മൾ സമൂഹത്തിൽ സ്മാർട്ടായിരിക്കുന്ന, കേമന്മാരായിരിക്കുന്ന ആളുകളോട് ഒരു ആകർഷണം, സമൂഹത്തില് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ മോശക്കാരെന്ന് തോന്നുന്ന പാവപ്പെട്ടവരെ കാണുമ്പോൾ, ദരിദ്രരെ കാണുമ്പോൾ നമുക്ക് ഒരു വികർഷണം. ഇതാണ് ലോക സ്വഭാവം. ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്ത് മാത്രം സ്ഥാനാർത്ഥികൾ എല്ലാവരെയും കെട്ടിപ്പിടിച്ചു എന്നൊക്കെ വരും. കാരണം എന്താണ്, ഇപ്പോൾ വിലപിടിച്ച ഒരു വോട്ടുണ്ട് അവരുടെ വിരൽ തുമ്പിൽ. പ്രയോജനമുണ്ട്, ഇപ്പൊ പ്രയോജനമുണ്ട്. വോട്ട് കഴിഞ്ഞാൽ, ഏപ്രിൽ 6 കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും വേണ്ട. ഏപ്രിൽ 6 വരെ ഏത് പാവപ്പെട്ടവനെയും കെട്ടിപ്പിടിക്കും, ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും, പബ്ലിഷ് ചെയ്യും. ഇതാ നോക്കൂ, എത്ര നല്ല ആളാണ് ഈ സ്ഥാനാർത്ഥി,
സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിലിരിക്കുന്ന പാവപ്പെട്ടവരെ, വയസ്സായ അമ്മമാരെയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഫോട്ടോ ഇട്ടിരിക്കണു. അതോടുകൂടി കഴിഞ്ഞു. ഏപ്രിൽ 6 കഴിഞ്ഞ് ഏപ്രിൽ 7 വോട്ടെണ്ണൽ കഴിയണ്ട. പെട്ടി അവിടെ പെട്ടിയിലായി കഴിഞ്ഞാൽ മതി. പിന്നെ 7 ഇയാളെ ഒന്ന് കാണാൻ പോയാൽ ഇയാൾ യജമാനനാവും. ഈ ചെയ്ത ആള് ദരിദ്രനും പിച്ചക്കാരനും അടുക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ ആർക്കാണോ നമ്മൾ വോട്ട് ചെയ്തത്, ആരാണോ നമ്മുടെ കാല് വന്ന് പിടിച്ചത്, ആരാണോ നമ്മുടെ ഇവിടുത്തെ കുട്ടിയുടെ മൂക്കുകളെയൊക്കെ തുടച്ചത്, ആലിംഗനം ചെയ്തത്, ഫോട്ടോ എടുത്തത്, നമ്മുടെ കഞ്ഞിയുടെ വെള്ളം കുടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് ചായയോ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ കാണാം നമുക്ക് ഈ സ്ഥാനാർത്ഥികളൊക്കെ തൊഴിലുറപ്പ് പദ്ധതി പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ പോയിരുന്ന് അവരുണ്ടാക്കുന്ന ചായയൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്, അവർ തിന്നുന്ന വടയൊക്കെ തിന്നുന്നുണ്ട് ഒക്കെ നമുക്ക് കാണാം. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കാണാം. അത് ഇന്നത്തോടു കൂടി കഴിഞ്ഞു. ഈ ഏപ്രിൽ 6 കൂടി കഴിഞ്ഞു. ഇനി അവർ വിളിച്ചാൽ കിട്ടില്ല. അതെന്താ വെച്ചാൽ അവിടെ പ്രയോജനമുണ്ട്. ഏത് പ്രയോജനം? ഈ വോട്ട് എന്നുള്ളതായിട്ടുള്ള പ്രയോജനമുണ്ട്. അതുവരേക്ക് അവരെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ടേ അവരെ കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോഴേക്കും അവരൊക്കെ ജീവനോടെ ഉണ്ടാവുമോ, നമുക്ക് എന്തൊക്കെയായിരിക്കും നമ്മുടെ മാറ്റം അറിയില്ല. അതുകൊണ്ട് തൽക്കാലം വേണ്ട. ഇനി അവരോട് നമ്മൾ ലോഹ്യം പറയാൻ പോയാലോ അവരുടെ ആവലാതിയൊക്കെ കേൾക്കുകയും അതിനൊക്കെ പരിഹാരം കാണേണ്ടിയും വരും. നമ്മൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാ MLA ആയത്, മന്ത്രി ആയത്. നമുക്ക് എന്തൊക്കെയോ നേടാൻ വേണ്ടി, നമ്മുടെ വികാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ MLA മന്ത്രിയൊക്കെ ആവുന്നത്. അല്ലാതെ ഇപ്പോൾ ഇവരെയൊക്കെ നന്നാക്കാനാണ്. പക്ഷേ ഈ മൂഢജനങ്ങൾ ഇതുണ്ടോ അത് ചിന്തിക്കാനുള്ള കഴിവ്? അവർ വന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും, സെൽഫിയൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും, ഹായ് നമ്മുടെ കഴിഞ്ഞ MLA നമ്മുടെ കൂടെ നിന്ന് ചായ കുടിച്ചു, നമ്മളെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു, ഫേസ്ബുക്കിലിട്ടു, സ്വർഗം കിട്ടി. ഇനിയിപ്പോൾ അയാൾക്ക് കക്കാനുള്ള ലൈസൻസായി. 5 വർഷം കോടികൾ കക്കാനുള്ള ലൈസൻസ് കൊടുത്തു നമ്മൾ. അപ്പോൾ മൂഢന്മാരാണ്, ചിന്തിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കള്ളന്മാർ തന്നെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ വഞ്ചന മനസ്സിലാകുന്നില്ല, ചിന്തിക്കുന്നില്ല. അപ്പോൾ അവർക്കുണ്ട് വ്യപാശ്രയമുണ്ട്, ആശ്രയമുണ്ട്, ഡിപ്പെൻഡൻസി ഉണ്ട് നമ്മുടെ മേലെ. എപ്പോൾ? നമുക്ക് വിലയുള്ളപ്പോൾ മാത്രം. അപ്പോൾ ഈ ലോകം അങ്ങനെയാണ്. ആർക്കാണോ നമ്മൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുക, നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുക, അപ്പോഴാണ് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുക. അതുവരേക്ക് നമ്മൾക്ക് അവരെ വേണ്ട. അപ്പം അങ്ങനെയുള്ള കഴിവുള്ള ആളുകളെ മാത്രമേ നമ്മൾ ആശ്രയിക്കുള്ളൂ. അപ്പോൾ ഈ ലോകം അങ്ങനെയാണ്. എന്നാൽ ഈ ജ്ഞാനികളെ സംബന്ധിച്ച് അവർക്ക് ഒരു ഭൂതങ്ങളിലും ഒരു തരത്തിലുള്ള ആശ്രയവും ഇല്ല, ഒരു ഡിപ്പെൻഡൻസിയും ഇല്ല. അവർ പരിപൂർണ സ്വതന്ത്രരാണ്. ആരുടെയും എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ട അവർക്ക്. അത് എത്ര കേമന്മാരാണെങ്കിലും അവർ ആശ്രയിക്കാറില്ല. ഒരു കേമന്മാരുടെയും പോയി കാല് പിടിക്കേണ്ടതോ അവരെ പോയി തൊഴുതു നിൽക്കേണ്ടതോ ആവശ്യം ഒരു ജ്ഞാനിക്ക് ഇല്ല. കാരണം ആശ്രയം ഇല്ല. പക്ഷെ എല്ലാവരെയും ഒരുപോലെ കാണും. ഒരാളെയും അവഗണിക്കുകയോ അപമാനിക്കുകയോ ഇതാകില്ല. തൻ്റെ അടുത്തേക്ക് വന്നവരെ എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കും. അതിപ്പോൾ ധനികനാണെങ്കിലും ദരിദ്രനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ഉത്കൃഷ്ട കുലജാതനാണെങ്കിലും നീചകുലജാതനാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വൃദ്ധനാണെങ്കിലും യുവാവാണെങ്കിലും കുട്ടിയാണെങ്കിലും ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് തൻ്റെ അടുത്ത് വരുന്നവരെല്ലാവരും സമന്മാരാണ്. കാരണം ആരോടും ഒരു ഡിപ്പെൻഡൻസിയും അദ്ദേഹത്തിനില്ല. അതാണ് ഇവിടെ കശ്ചിദർത്ഥ വ്യപാശ്രയഃ നൈവ തസ്യ കൃതേനാർത്തഃ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. ഇതിൻ്റെ ഭാഷ്യം നമുക്ക് നാളെ കാണാം. ഓം
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. നാളെ കാണാം. നാളെ 4 ക്ലാസ്സും ഉണ്ടാവും. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.